വണ്ടി സ്റ്റാർട്ടാക്കി ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ചൈതന്യ ഓഡിറ്റോറിയത്തിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഒരു പാർട്ടി കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി മീറ്റിംഗ് കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ ഗൈസ്. അപ്പോൾ ഒരു കാര്യം കുറച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് അപ്പോൾ ഇറങ്ങുകയാണ്. ഫുൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ തുറന്നിട്ടുണ്ട്. AC ഓണാക്കി വെച്ചിരുന്നു. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൈതന്യയിൽ നിന്ന് നമുക്ക് ഇറങ്ങി ഇതേ ഡ്രസ്സിൽ തന്നെയാവും ഞാൻ. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ മുസ്തഫയുടെ കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് നേരെ വീട്ടിൽ കയറുക ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പോൾ നമ്മൾ മുസ്തഫയുടെ കട അവിടെ എത്തി ഗൈസ്. കാണാണ്ടാവും. അയ്യോ ഇതെന്തത് ഇങ്ങനെ. അപ്പോൾ മുസ്തഫയുടെ കട എത്തി. അമ്മ അവിടെ നിന്ന് എഴുതുന്നുണ്ട് ലിസ്റ്റ് കൊടുക്കാനുള്ളത്. ഇവിടെ നിൽക്കണം ഗൈസ്. ഞാൻ പോണില്ല, ഞാൻ വണ്ടിയിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് വീട്ടിലെത്താറായി. അമ്മയെ വണ്ടി ഓടിക്കണേ സ്ഥിരം. അപ്പോൾ നമുക്ക് നാളെ, ഇന്നിപ്പോൾ ലീവല്ലേ, നമ്മുടെ പുതിയ വാച്ച് എൻ്റെ അല്ല അനിയതിരാണ് ഗൈസ്. നമ്മുടെ കൊടുക്കാൻ വെച്ച മേബാക്ക് അതൊക്കെയാണ്. സ്റ്റേ ഫോട്ടോ ആയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ കുറച്ചെൻ്റെ വരാം. ഉണ്ടോ കാണാനുണ്ടോന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൂളിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് പോകാൻ ഓയിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തി. ഞാൻ പറഞ്ഞില്ല കല്യാണമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഐ മീൻ ഇപ്പോൾ റിസപ്ഷനാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. യെസ് ഗൈസ്. അപ്പോൾ വണ്ടി ലോക്കാക്കി നേരെ വീട്ടിൽ കയറാം. അപ്പോൾ അമ്മ തുറക്കൂ. അപ്പോൾ ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം.